ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മാത്സ് വിത്ത് ജെ കെയുടെ രണ്ടാമത്തെ വീഡിയോ, നമ്മുടെ ആൻസറിങ് സെഷൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ്. എന്താ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്ക്. സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നോക്ക്. ആൻസർ ഇനി 7 ക്വസ്റ്റ്യൻ. എത്ര ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം? 7 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എത്രണ്ണം മുതൽ? 12 മുതൽ 21 വരെ ഉള്ളതിൽ ഏതെങ്കിലും 7 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ് വരുന്നത്? ഓരോന്നിനും 4 മാർക്ക് വീതം വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ 4 മാർക്കിൻ്റെ ചോദ്യം തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്തുണ്ട്? ആദ്യത്തെ ലൈനിൽ ഒരു പാറ്റേൺ ക്വസ്റ്റ്യനാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഷ്യൂർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യനാണിത്. സാധാരണ 5 മാർക്കിലും 4 മാർക്കിലും ഒക്കെ എന്ത് ചെയ്യലുണ്ട്? ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും ഇത്തരത്തിൽ കാണലുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ 12ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, 12ാമത്തെ 4 മാർക്കിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്ക്. ഒന്നാമത്തെ ലൈനിൽ 1 എന്ന് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലൈനിൽ എന്താ വന്നിരിക്കുന്നത്? 2, 3, 4 വന്നിട്ടുണ്ട്. അടുത്ത ലൈനിൽ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? 5, 6, 7, 8, 9 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ലൈന് കൂടുന്തോറും ഈ 2 എണ്ണം വീതം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൂടി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി സിമ്പിളായ ക്വസ്റ്റ്യനാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഫൈൻഡ് നെക്സ്റ്റ് ലൈൻ ഓഫ് ദിസ് പാറ്റേൺ. ഇതിൻ്റെ അടുത്ത വരി കണ്ടെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത വരി കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്താ അടുത്ത വരി വരിക? 9ൻ്റെ താഴെ എന്ത് വരും? 10, 11, 12, 13, 14, 15, 16 ഇങ്ങനെയാണ് വരിക. അടുത്ത ലൈനിൽ അവസാനം എന്താ വരിക? 16 എന്നാണ് വരിക. ഓക്കെ, തുടക്കത്തിൽ എന്താ വരിക? 10 എന്നാണ് വരിക. 10, 11, 12, 13, 14, 15, 16 ഇത്രയും നമ്പറായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ഇത് എഴുതാത്തവരാരും ഉണ്ടാവില്ല അടുത്ത വരി എഴുതാൻ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ പലർക്കും മനസ്സിലായിട്ടില്ല. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ലാസ്റ്റ് നമ്പർ ഇൻ ദിസ് പാറ്റേൺ. എത്രാമത്തെ നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കണേ? ലാസ്റ്റ് നമ്പർ. അപ്പോൾ ലാസ്റ്റ് നമ്പർ പറഞ്ഞാൽ നോക്ക്. ഒന്നാമത്തെ വരിയിൽ ലാസ്റ്റ് നമ്പർ ആരാണ്? 1 ആണ്. ഒന്നാമത്തെ വരിയിൽ ലാസ്റ്റ് നമ്പർ ആരാണ്? ശ്രദ്ധിക്കുക, അത് മാത്രം മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒന്നാമത്തെ വരിയിൽ ലാസ്റ്റ് നമ്പർ ആരാണ്? 1 ആണ്. രണ്ടാമത്തെ വരിയിൽ ലാസ്റ്റ് നമ്പർ ആരാണ്? 4 ആണ്. മൂന്നാമത്തെ വരിയിൽ ലാസ്റ്റ് നമ്പർ ആരാണ്? 9 ആണ്. അടുത്ത വരിയിൽ ലാസ്റ്റ് നമ്പർ നമ്മളിപ്പോൾ എഴുതി നോക്കിയപ്പോൾ 16 ആണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്പറുകളെ ഒരു സീക്വൻസ് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എന്താ എഴുതുക? 1, 4, 9, 16 എക്സെട്ര ഇങ്ങനെയാണ് പറയാം. നോക്ക്, ഈ നമ്പറിന് ചില പ്രത്യേകതകളുണ്ട്. 1 1ൻ്റെ സ്ക്വയറാണ്, 4 2ൻ്റെ സ്ക്വയറാണ്, 3 3ൻ്റെ സ്ക്വയറാണ് 9, 4ൻ്റെ സ്ക്വയറാണ് 16. അങ്ങനത്തെ നമ്പറാണ് ഇവിടെ അവസാനം വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്ന് തെളിയിക്കാനാണ് നിങ്ങളോട് അടുത്ത ചോദ്യത്തിൽ എന്ത് ചോദിച്ചിരിക്കുന്നത്? 9ാമത്തെ വരിയിൽ വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഓഫ് 9th ലൈൻ. 9ാമത്തെ വരിയിൽ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ വരിയിൽ അവസാനത്തെ സംഖ്യ 1ൻ്റെ സ്ക്വയറാണ്, രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 2ൻ്റെ സ്ക്വയറാണ്, മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 3ൻ്റെ സ്ക്വയറാണ്. അങ്ങനെയെങ്കിൽ 9ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 9ൻ്റെ സ്ക്വയറാണ്. എത്ര 9ൻ്റെ സ്ക്വയർ? 81. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഇതിനു വേണ്ടി 9 വരിയൊക്കെ എഴുതി നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പരീക്ഷയിൽ ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ മണ്ടത്തരൊന്നും ആവശ്യമില്ല. ഇനി റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ. 10ാമത്തെ വരിയിലെ ആദ്യത്തെ അവസാനത്തെ. അപ്പോൾ അവസാനത്തെ സംഖ്യ ആദ്യം കണ്ടുപിടിക്കുക. ലാസ്റ്റ് നമ്പർ 10ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ നമുക്ക് ആദ്യം എഴുതുക. ആരാണ് ലാസ്റ്റ് നമ്പർ? 10 സ്ക്വയർ. 10 സ്ക്വയർ പറഞ്ഞാൽ എത്ര വരിക? 10 സ്ക്വയർ പറഞ്ഞാൽ 100 എന്നാണ് വരിക. ഓക്കെ, 10ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു, നോക്ക് ഇവിടെ 100 ലാസ്റ്റ് നമ്പർ വന്നിരിക്കുന്നത്. 10ാമത്തെ വരിയിൽ എത്ര ആളുണ്ടാവും? 10 ആളുകളായിരിക്കും ഉണ്ടാവുക 10ാമത്തെ വരിയിൽ അല്ലേ. അപ്പം 100 മൈനസ് എത്ര? 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ്. 10ാമത്തെ വരിയിൽ എത്ര എണ്ണം ഉണ്ടാവും നമ്മൾ നോക്കണമെങ്കിൽ, ഒന്നാമത്തെ വരിയിൽ ഒരെണ്ണം ഉള്ളത് 10 ആൾക്കാരായിരിക്കില്ലല്ലോ. ഒന്നാമത്തെ വരിയിൽ ഒരെണ്ണം ഉള്ളത്, രണ്ടാമത്തെ വരി കുറച്ച് മേലെ എഴുതുന്നുണ്ട്. രണ്ടാമത്തെ വരിയിൽ 3 എണ്ണം ഉള്ളത്, അടുത്ത വരിയിൽ 5 എണ്ണം ഉള്ളത്, അടുത്ത വരിയിൽ 7 എണ്ണം ഉള്ളത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10ാമത്തെ വരിയിൽ എത്ര എണ്ണം ഉണ്ടാവും? x10 ഈക്വൽ ടു ഡി പറഞ്ഞാൽ 2 ഇൻറ്റു 10 പ്ലസ് f മൈനസ് ഡി. 1 - 2 പറയുമ്പോൾ -1. അപ്പോൾ 20
-1 19 ഉണ്ടാവും മക്കളെ. മനസ്സിലായോ? അപ്പോൾ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 18D മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 100 - 18 ഇൻറ്റു എത്ര ഇവിടുത്തെ കോമൺ ഡിഫറൻസ്? 2. 1 കോമൺ ഡിഫറൻസ് അല്ലേ? അതായത് നമ്മുടെ ഓരോന്നോരോന്ന് 2, 3, 4 അങ്ങനെ ഓരോന്നല്ലേ കൂട്ടിപ്പോകുന്നത്. അപ്പോൾ 18 മൈനസ് ചെയ്താൽ മതി. 10ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ 18 × 1 പറയുമ്പോൾ 18 വരിക. 10 നിന്ന് 18 മൈനസ് ചെയ്താൽ നമുക്ക് 100 നിന്ന് 18 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 100 നിന്ന് 10 മൈനസ് ചെയ്താൽ 90, പിന്നെ ഒരു 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 82 എന്ന ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ പൂർണ്ണമായ ആൻസർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈ രൂപത്തിൽ എഴുതിയാലാണ് ഫുൾ മാർക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഒരു 4 മാർക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അല്ലാണ്ട് ഒരുപാട് വലിച്ചു വാരി ഒരുപാട് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാകാതിരുന്ന ക്വസ്റ്റ്യനാണ് എന്ത്? ഈ ലാസ്റ്റ് നമ്പർ ഇൻ ദിസ് പാറ്റേൺ പറയണ ഇതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഈ സംഖ്യാശ്രേണിയിലെ അവസാന സംഖ്യകളുടെ ശ്രേണിയാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഈ പാറ്റേണിലെ. അത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ദെൻ ഇനി നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്? 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എത്രയാണ് നമ്മുടെ 5th ടേം പറയുന്നത്? 20 ആണ്. അപ്പോൾ 5th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 20 ആൻഡ് 8th ടേം ഈസ് 32. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 5ാമത്തെ ടേം 20ഉം 8ാമത്തെ പദം എത്രയാണ്? 32ആണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? നമ്മുടെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ച് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് പിന്നെ ഇവിടെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ശരി, 5ാമത്തെ ടേം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതും? 5ാമത്തെ ടേം x5 = എത്രയാണ് നമ്മുടെ ഇവിടുത്തെ 5ാമത്തെ ടേം എന്ന് പറയുന്നത്? x5 = x5 = 20 പറഞ്ഞിരിക്കുന്നത് നമുക്ക്. 20. അതേപോലെ തന്നെ x8 8ാമത്തെ ടേം എന്ന് പറയുന്നത് 32. അപ്പം അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക കുട്ടികളെ? d = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. അവിടെ ആരാണ് ടേം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ടേം പറഞ്ഞാൽ ഇവരാണ് ടേം, ഇവരാണ് പൊസിഷൻ 5, 8. അപ്പോൾ 32 - 20 ബൈ 8 - 5. 32 20 പോയാൽ എത്ര വരിക? 32 20 പോയാൽ 12 എന്ന് വരും. ബൈ 8 - 5 പറയുമ്പോൾ 3. ദ ആൻസർ ഈസ് 4. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? എന്താ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വരുന്നത്? 4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വരുന്നത്. ഫൈൻഡ് ഇറ്റ്സ് 11th ടേം. ഇതിൻ്റെ 11ാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ 8ാമത്തെ ടേം ഉണ്ടല്ലോടോ. നമുക്കിനി ഫസ്റ്റ് ടേം ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എത്രാമത്തെ ടേം ഉണ്ട്? 8ാമത്തെ ടേം. 11ാമത്തെ ടേം എന്ന് പറയുന്നത് 8ാമത്തെ ടേമിനോടൊപ്പം 8ാമത്തെ പദത്തിനോടൊപ്പം നോക്ക്. 8 നിന്ന് 11 എത്തണമെങ്കിൽ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം? 8 നിന്ന് 11 എത്തണമെങ്കിൽ 3 കൂട്ടണം. അപ്പോൾ 8ാമത്തെ ടേമിൽ നിന്ന് 8ാമത്തെ പദത്തിൽ നിന്ന് 11ാമത്തെ പദത്തിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം. ഓക്കെ, അപ്പോൾ 8ാമത്തെ ടേം എത്രയാണ്? 32 നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 32 + 3 × 4. 3 × 4 പറഞ്ഞാൽ എത്രയാണ്? 12. 12 32ൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 44 എന്ന ആൻസർ കിട്ടും. ഇത് നമ്മുടെ 13th ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. 5ാമത്തെ ടേം 20ഉം 8ാമത്തെ ടേം 32 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. നമ്മൾ ഓൾറെഡി ഈ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ആൻസറിങ് സെഷനിൽ ഈ ഇക്വേഷൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തതാണ്. 2ാമത്തെ വട്ടമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നമ്മുടെ 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താ നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ വരിക? 14ാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് വലിയ ചോദ്യമാണെങ്കിൽ നോട്ട് പാഡിൽ കാണിച്ചു തരാം കേട്ടോ. അല്ലാത്തത് നമുക്ക് മാക്സിമം ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 14ാമത്തെ ക്വസ്റ്റ്യൻ.
ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക്. 1 3 5 എന്തൊക്കെയാണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് നോക്ക്. 1 3 5 എന്നീ ടേമുകൾ ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ. എത്രയാണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് 2 കൂട്ടി പോവാണ്. വാട്ട് ഈസ് ഇറ്റ്സ് 20th ടേം, ഇതിൻ്റെ 20ാമത്തെ ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഫസ്റ്റ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിൻ്റെ 20ാമത്തെ ടേം കണ്ടുപിടിക്കടോ? xn ഈക്വൽ ടു എന്താ ഇക്വേഷൻ? dn പ്ലസ് f മൈനസ് d. ഇവിടുത്തെ നമുക്കറിയാം കോമൺ ഡിഫറൻസ് 2 ആണ്. എത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് 20ാമത്തെ ടേം ഈക്വൽ ടു 2 × 20 പ്ലസ് എഫ് മൈനസ് ഡി. എഫ് പറഞ്ഞാൽ അവിടെ എത്രയാണ്? 1 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഈക്വൽ ടു 40 -1 എന്നാണ് വരിക. അപ്പോൾ -1 ഇട്ടാൽ മതി. 39 എന്ന് നമ്മുടെ എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എത്രയാണ്? 39. ഫൈൻഡ് ദ സം ഓഫ് 20 ടേംസ് ഓഫ് നാച്ചുറൽ നമ്പർ 20 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. അപ്പോൾ 20 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20 ടേമിൻ്റെ സമ്മ് എങ്ങനെ കണ്ടുപിടിക്കുക? 20 ടേമിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇക്വേഷൻ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം പറഞ്ഞാൽ 20ാമത്തെ ടേമാണ് ഇവിടെ. അത് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്ര 20ാമത്തെ ടേം? 39 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ 20/2 ഇൻറ്റു ആരവിടുത്തെ ഫസ്റ്റ് ടേം 1 പ്ലസ് ആരവിടുത്തെ ലാസ്റ്റ് ടേം 39. 20/2 പറഞ്ഞാൽ 10 ആണ്. 10നെ 40 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 39 ഒന്നുകൂടി കൂട്ടി 40 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 400 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. സി ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് 20 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 6 8 10 എക്സെട്ര. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് 6 8 10. ഈ അതേമാതിരി മറ്റൊരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? 6 8 10 എക്സെട്ര എന്നൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ 20 ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൊത്തത്തിൽ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടാവും. കൂടെ തന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസറുകൾ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്കത് എഴുതി പഠിച്ചതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. നിങ്ങൾ എഴുതി പഠിക്കുകയും മാത്രമല്ല, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അതായത് നിങ്ങൾ എഴുതി വെച്ച ഉത്തരത്തിൽ ഞാൻ എഴുതിയ അതേപോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സ്കൂളിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഇതെല്ലാം കൃത്യമാക്കാനാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നല്ലൊരു റിവിഷനായി എടുത്തുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇത് കൂടെ എഴുതി വരണം കേട്ടോ. സി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. സി ക്വസ്റ്റ്യൻ ഫസ്റ്റ് മുതൽ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം അതൊരു വേറെ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് അല്ലല്ലോ, മറ്റൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ തന്നിരിക്കുന്നത് നോക്ക്. 20 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം 6 8 10. അപ്പോൾ ആദ്യം നമ്മൾ 20ാമത്തെ ടേം കണ്ടുപിടിക്കണം. എന്താ നമ്മുടെ ഇക്വേഷൻ? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു, അതായത് 20ാമത്തെ ടേം ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. 2 × 20 പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടുത്തെ ഫസ്റ്റ് ടേം 6 ആണ്. 6 മൈനസ് 2. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 പ്ലസ് 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 44 എന്ന് കിട്ടും. നമ്മളിത് നോർമലായ മെത്തേഡിലാണ് ചെയ്യണത്. മറ്റേ സമ്മ് കണ്ടുപിടിച്ചത് കൊണ്ട് കുറച്ച് എളുപ്പ വഴിയൊക്കെ ഉണ്ട്. എങ്കിലും സാധാരണ ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ച് ചെയ്യലായിരിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിലാകാൻ കുറച്ചുകൂടി ഉപകാരപ്പെടുക എന്നുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ, ഇതാണ് നമ്മൾ സമ്മ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20/2 ഇൻറ്റു അത് ആരവിടുത്തെ ഫസ്റ്റ് ടേം 6 ആണ്. അവസാനത്തെ ടേം നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? 44 ആണ്. അപ്പോൾ ആസ് നോർമൽ 10 ഇൻറ്റു 50 അല്ലേ, 50. അപ്പോൾ എത്ര വരിക? 500 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലായിരിക്കും ആൻസർ വരിക കേട്ടോ. അത്ര നമ്മുടെ ഉത്തരം 500. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 15ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് കൺസിഡർ ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അരിത്മെറ്റിക് സീക്വൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 8 14 20 എക്സെട്ര.
ഈസ് 25 എ ടേം ഓഫ് ദി സീക്വൻസ്. നമുക്ക് 20ൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 കൂട്ടി വരുന്നത്. 20ൻ്റെ കൂടെ 6 കൂട്ടിയാൽ നമുക്ക് അടുത്ത ടേം തന്നെ 26 കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ വേറെ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. 25 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. 25 ഈ ശ്രേണിയിലെ പദമല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈഫ് 144 ഈസ് എ ടേം. അടുത്തെന്താ ചോദിച്ചിരിക്കുന്നത്? ഈഫ് 144 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഈഫ് എന്നല്ല കേട്ടോ, ഈസ് എന്നാണ് ചോദ്യം വരേണ്ടത്. ആ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്കാണത്. ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈസ് തന്നെയാണ് വരേണ്ടത്. ഇപ്പോൾ 144 ഇതിലത്തെ ടേമാണോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 144 ഇതിൻ്റെ ടേമാണോ അല്ലയോ എന്നുള്ളത് നോക്കാം. എങ്ങനെ നമ്മൾ നോക്കുക? ടേമാണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കുക കുട്ടികളെ? ശ്രദ്ധിക്കുക. നമ്പർ മൈനസ് സംഖ്യ മൈനസ് എഫ് ബൈ ഡി ചെയ്താൽ റിമൈൻഡർ 0 കിട്ടണം. ആരാ ഇവിടുത്തെ നമ്പർ? ആരാണ് ടേമാണ് നോക്കേണ്ടത്? 144. 144 മൈനസ് എഫ്. ഫസ്റ്റ് ടേം ആരാണ് ഇവിടെ? 8 ബൈ കോമൺ ഡിഫറൻസ്. എത്രയാണ് ഇവിടുത്തെ പൊതുവ്യത്യാസം? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6. അപ്പോൾ 144 നിന്ന് 8 പോയി എന്ന് പറഞ്ഞാൽ 144 മൈനസ് 8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 136/6 എന്നാണ് കിട്ടുക. അപ്പോൾ 136ന് നമുക്ക് എന്ത് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആ 136 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ എത്ര പ്രാവശ്യം വരുന്നത്? 13ൽ 2 പ്രാവശ്യം വരുന്നത് 2. അപ്പോൾ 12 ബാക്കി 1 16. 16ൽ 6 2 പ്രാവശ്യം വരുന്നത് 12. റിമൈൻഡർ 4. അപ്പോൾ റിമൈൻഡർ ഈസ് നോട്ട് ഈക്വൽ ടു 0. ശിഷ്ടം 0ന് തുല്യമല്ല. ദെർഫോർ നമുക്ക് എന്ത് പറയാം? 144 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. പൂർണ്ണമായി എഴുതണേ, നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്? പ്രൂവ് ദാറ്റ് ദർ ഈസ് നോ പെർഫെക്റ്റ് സ്ക്വയർ ഇൻ ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മക്കളെ നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ നോട്ട് പാഡ് എടുത്ത് ചെയ്യുക. കാരണം ഒരു പ്രൂഫാണല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ സി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ സി ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് എന്തായിരുന്നു മക്കളെ? 8, 14 പിന്നെ 20 എക്സെട്ര എന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ടേം ആരാണ്? കോമൺ ഡിഫറൻസ് ആരാണ്? ആദ്യപദം ആരാണ്? പൊതുവ്യത്യാസം ആരാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് ഇതിന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൽജിബ്രിക് ഫോം. ഏതൊരു കാര്യം പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആൽജിബ്രിക് ഫോം വെച്ചിട്ട് വേണം പ്രൂവ് ചെയ്യാൻ. അപ്പോൾ xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. നമ്മൾ ഈ എക്സാമിന് എത്രാമത്തെ പ്രാവശ്യമാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോകുന്നില്ലേ? അപ്പോൾ dn 6n പ്ലസ് f മൈനസ് d 8 മൈനസ് 6. അപ്പോൾ നമ്മുടെ എന്താ ആൻസർ വരിക? 6n പ്ലസ് 2 എന്നാണ് ആൻസർ വരിക. നമ്മുടെ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ആൽജിബ്രിക് ഫോം കണ്ടുപിടിച്ചു. ഓക്കെ, ആൽജിബ്രിക് ഫോം കണ്ടുപിടിച്ചതിന് ശേഷം, അപ്പോൾ ആൽജിബ്രിക് ഫോം എല്ലാവരുടെയും മനസ്സിൽ വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് അത് റബ്ബ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യാനുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇതിൽ തികയാതിരുന്നാലോ അല്ലേ? അപ്പോൾ നമ്മുടെ എന്താ ഇപ്പോൾ നമുക്ക് xn കിട്ടിയത്? xn ഈക്വൽ ടു 6n പ്ലസ് 2 എന്നാണ് കിട്ടിയത്. ഒരു നമ്പർ പിന്നെ ഇതിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ സ്ക്വയറുകളൊന്നും, ഇതിൽ പെർഫെക്റ്റ് സ്ക്വയറുകളൊന്നും ഇല്ല എന്നാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സി ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? എന്താണ് xn കിട്ടിയത്? xn ഈക്വൽ ടു സി ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് xn ഈക്വൽ ടു 6n പ്ലസ് 2 എന്നാണ്. അപ്പോൾ നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് അത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. പെർഫെക്റ്റ് സ്ക്വയർ, ഈ സാധനം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നുണ്ടെങ്കിൽ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത് 9 എന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമ്പോഴാണ് ഈ പറയുന്ന നമ്പറിന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് പറയാൻ പറ്റുക. അപ്പോൾ ഈ 6 നമുക്ക് കിട്ടിയ 6n പ്ലസ് 2 പറയുന്ന ആൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ആരിൻ്റെയോ ഒരാളുടെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഞാൻ k എന്നെടുത്തു. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, a എന്നെടുക്കുക, വേണമെങ്കിൽ k എന്നെടുക്കുക, എന്ത് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6n ഈക്വൽ ടു k സ്ക്വയർ പ്ലസ് 2 എന്നുള്ളത് അപ്പുറത്തും എന്താവും? -2 എന്നാവും. അപ്പോൾ n ഈക്വൽ ടു എന്തായി മാറും? k സ്ക്വയർ -2 ബൈ 6 എന്നാവും.
നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് ടേംസ് ആണ്, പദങ്ങളുടെ എണ്ണമാണ്. പദങ്ങളുടെ എണ്ണം നമുക്ക് എപ്പോഴും 1, 2, 3, 4 ഇങ്ങനത്തെ സംഖ്യകളെ കിട്ടാൻ പാടുള്ളൂ അല്ലേ? രണ്ടാം പദം, മൂന്നാം പദം, തേർഡ് ടേം, ഫോർത്ത് ടേം ഇങ്ങനെയല്ലേ നമ്മൾ പറയുള്ളൂ. പോയിൻ്റ് വരില്ല അതിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. പൂർണ്ണമായും ഡിവൈഡ് ചെയ്ത് പോകണം. അപ്പോൾ സാധാരണ നമ്മുടെ നമ്പർ കെക്ക് പകരം നമ്മളൊന്ന് നോക്ക്, 1 സ്ക്വയർ മൈനസ് 2/6, 2 സ്ക്വയർ മൈനസ് 2/6 ഇങ്ങനത്തെ കുറച്ച് നമ്പറുകൾ, 1-2 നമ്പർ വെറുതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് മാത്രം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട്. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 1 - 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2ൻ്റെ സ്ക്വയർ 4 ആണ്, 4നെ 2 കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതാണ് പറയുന്നത്. 2ൻ്റെ സ്ക്വയർ 4 ആണ്, 4നെ 2 കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2 എന്ന് കിട്ടുക. 2/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 1/3 എന്നാണ് കിട്ടുക. പൂർണ്ണമായും ഡിവൈഡ് ചെയ്തില്ല, ഡിവൈഡ് ചെയ്ത പോയിൻ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ എഴുതാം, k² - 2 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യയല്ല. k² - 2 6 കൊണ്ട് ഹരിക്കാൻ പറ്റിയ സംഖ്യയല്ല. അതായത് ഹരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? പോയിൻ്റ് വരും. ഓക്കെ, ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് കണ്ടെയ്ൻ, അല്ലെങ്കിൽ ദിസ് സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിൻ്റെ പ്രൂഫ് ചെയ്യേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രൂഫല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൂഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മുടെ അടുത്ത ചോദ്യം എന്നുള്ളത് ഒരു കൺസ്ട്രക്ഷനാണ് വന്നിട്ടുള്ളത് അല്ലേ? വളരെ എളുപ്പമുള്ളൊരു കൺസ്ട്രക്ഷനാണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് 4 റെക്റ്റാങ്കിൾ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് 4 cm and 3 cm ആൻഡ് ഡ്രോ എ സ്ക്വയർ വിത്ത് സെയിം ഏരിയ. 100% ഓണപരീക്ഷയ്ക്ക് ഷുവറായ ക്വസ്റ്റ്യനാണിത് കേട്ടോ. അതായത് ഈ അളവുകൾ മാത്രമേ വ്യത്യാസപ്പെടുള്ളൂ, 4 cm 3 cm എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു റഫായിട്ട് തന്നെ എനിക്ക് ഇവിടെയും വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ വരയ്ക്കുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും കൃത്യമായ അളവിൽ, ഞാൻ വരയ്ക്കണ മാതിരി വെറുതെ വരച്ചാൽ പോരാ, കൃത്യമായ അളവിൽ എന്ത് ചെയ്യണം? നിങ്ങളത് വരയ്ക്കണം കേട്ടോ. കൺസ്ട്രക്ഷൻ നോക്കാം നമുക്ക്. നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്ക്. നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ എത്രയായിരിക്കണം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്രയായിരിക്കണം എടുക്കേണ്ടത്? 4 ആയിരിക്കണം എടുക്കേണ്ടത്. എത്ര എടുക്കേണ്ടത്? ഇവിടെ 4 ആണ് എടുക്കേണ്ടത്. ഇവിടെ 3 cm എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുകളിലേക്ക് എത്ര സെൻറ്റിമീറ്ററാണോ നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്, എത്ര സെൻറ്റിമീറ്ററാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്? 3 സെൻറ്റിമീറ്ററാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലൈന് കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ ഈ മുകളിലേക്ക് വരച്ചിരിക്കുന്ന അതേ അളവ് നീട്ടി വരയ്ക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന പോലെ ചെയ്യണണ്ട. ഇവിടെ കുത്തിയിട്ട്, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ, അതായത് ഇവിടെ നിന്ന് മുതൽ ഈ പറഞ്ഞ ഇവിടെ നിന്ന് തുടങ്ങി ഈ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഏതുവരെ എത്തുന്നുണ്ട്? ഈ എൻഡ് വരെ ഉണ്ട് അല്ലേ? ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തിട്ട് നമ്മുടെ ഈ അറ്റത്ത് കുത്തിയിട്ട്, ലെഫ്റ്റ് സൈഡ് അറ്റത്ത് കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആർക്ക് മുകളിലേക്ക് വരയ്ക്കുക. അതേപോലെ തന്നെ താഴേക്കും വരയ്ക്കുക. ഓക്കെ, മുകളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ അറ്റത്ത് കുത്തുക. എവിടെ കുത്തേണ്ടത്? ഈ അറ്റത്ത് കുത്തുക. ഈ അറ്റത്ത് കുത്തിയിട്ടും അതേമാതിരി എന്ത് ചെയ്യുക? ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു ഏകദേശ അളവിലാണ് വരയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഈ 2 ആർക്കും കൂടി ഇങ്ങനെ, ഈ 2 ആർക്കും കൂടി എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിച്ച് വേണം വരയ്ക്കാൻ. ഒരു മിനിറ്റ്. ഈ 2 ആർക്കും കൂടി നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരച്ചു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കിട്ടി നമുക്ക് എത്രയെന്നുള്ളത്. അതായത് 4 3 കൂടി കൂട്ടി എത്രയാടോ? 4 3 കൂടി കൂട്ടി കഴിഞ്ഞ് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7ൻ്റെ പകുതി 3.5 കൂടെ ഈ വര കടന്നു പോവുക. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സെമി സർക്കിൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യണ രൂപത്തിൽ ഒരു സെമി സർക്കിൾ നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. എന്നിട്ട് ഈ സംഭവം, ഈ നമ്മുടെ ഈ വരയുണ്ടല്ലോ, നേരത്തെ വരച്ച വര ഏതുവരെ എത്തിക്കണം? അതിൻ്റെ ബാക്കി ഒന്നിങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. എവിടെയെന്ന് 3 സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം.
എന്നിട്ട് നമ്മുടെ ഈ ലൈന് റെഡ് ലൈന് കുറച്ചുകൂടി നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് മുതൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള അളവെടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ശേഷം അതേമാതിരി തന്നെ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക, താഴെ ഇപ്പം നമ്മൾ വരച്ച ആർക്കുണ്ടല്ലോ അവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് മേലേക്ക് കട്ട് ചെയ്യുക. ഇവിടെ നിന്ന്, അതായത് ഈ മേലെ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള സംഭവത്തിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ ഫിഗർ വരുന്നത്. 4 മാർക്കിൻ്റെ ഫിഗറാണ്, ആരും കളയരുത്. എവിടെ കുത്തിയിട്ടാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം. 4 മാർക്ക് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വേസ്റ്റ് ആക്കരുത്. ഓക്കെ, ഷുവർ ആയിട്ടുള്ള പോയിൻ്റാണിത് കേട്ടോ. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഇസ് 12 ആഡഡ് ടു ദ നമ്പർ. അല്ലേ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ നമ്പർ ഈസ് 12 ആഡഡ് ടു ദ നമ്പർ. അപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതേ നമ്പറിൻ്റെ കൂടെ 12 കൂട്ടുന്നതാണ്. അല്ല, ഇങ്ങനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാൻ കഴിയണം മക്കളെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുക നോക്കാം നമുക്ക്. 17ാമത്തെ ചോദ്യമാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. അപ്പോൾ ഞങ്ങൾ ഇക്വേഷൻ ഉണ്ടാക്കി എങ്ങനെയാണ്, ഒരു സ്ക്വയർ ഓഫ് എ നമ്പർ, ഒരു സംഖ്യയുടെ വർഗ്ഗം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ കൂടെ 12 ആഡ് ചെയ്യുന്നതാണ്, കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മളിതിനെ എല്ലാത്തിനും ഒരു സൈഡ് കൊണ്ടുവരാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക, എക്സ് സ്ക്വയർ മൈനസ് എക്സ്. എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, മൈനസ് എക്സ് ആവും. അതേപോലെ പ്ലസ് 12 അപ്പുറത്ത് വരുമ്പോൾ എന്താവും, മൈനസ് 12 എന്നാവും. മൈനസ് 12 ഈക്വൽ ടു 0 എന്നായി. ഇവിടെ നോക്കൂ, ഇവിടെ എയുടെ വില, എക്സ് സ്ക്വയറിൻ്റെ മുമ്പിലുള്ള എയുടെ വില 1 ബിയുടെ വില -1, സിയുടെ വില -12 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബി സ്ക്വയർ മൈനസ് 4ac വില? അത് കണ്ടുപിടിച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്തുകൂടെ? എന്താണ് ബി സ്ക്വയർ മൈനസ് 4ac വില? -1 സ്ക്വയർ മൈനസ് എന്താണ് ബീൻ്റെ വില എന്നൊക്കെ നോക്കണം കേട്ടോ. 4 ഇൻറ്റു എ പറഞ്ഞാൽ എത്രയാണ്, 1 ഇൻറ്റു സി പറഞ്ഞാൽ -12 ഈക്വൽ ടു -1 സ്ക്വയർ 1. ഈ -4ൻ്റെ മൈനസും -12ൻ്റെ മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായി മാറും, പ്ലസ് ആയി മാറും. 4 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 48 എന്ന് കിട്ടും. അപ്പോൾ എത്ര വരിക, 49 എന്ന് വരും. ഓക്കെ, 7ൻ്റെ സ്ക്വയറായ നമ്പറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം, സൊല്യൂഷൻ ചെയ്ത് നോക്കാം. എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a ഈക്വൽ ടു എന്താ അവിടെ -b. അപ്പോൾ ബി പറഞ്ഞാൽ നമുക്ക് -1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ -b എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 ബൈ 2 ഇൻറ്റു 1. അപ്പോൾ എന്താ വരിക, 1 പ്ലസ് 40 പ്ലസ് ഓർ മൈനസ് 49 റൂട്ട് പറഞ്ഞാൽ എത്രയാണ്, 7 ബൈ 2 ഇൻറ്റു 1 പറയുമ്പോൾ 2. അപ്പോൾ നമ്മുടെ ആൻസർ എന്തൊക്കെയാണ് വരിക മക്കളെ, ഇതാ പ്ലസ് ഓർ മൈനസിനെ ഒരെണ്ണത്തിന് പ്ലസ് ഒരെണ്ണത്തിന് മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു ദെർഫോർ എക്സ് ഈക്വൽ ടു 1 + 7/2 ഓർ എക്സ് ഈക്വൽ ടു 1 - 7/2. ഓക്കെ, അപ്പോൾ 1 + 7 പറയുമ്പോൾ 8 ആണ്. 8ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരിക, 4 എന്നാണ് ഒരു ഉത്തരം വരിക. 1 - 7 പറയുമ്പോൾ -6 ആണ് വരിക. -6ൻ്റെ പകുതി പറഞ്ഞാൽ -3 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ 2 നമ്പറിലും ഇത് ശരിയാവും. 4 എന്ന നമ്പറിലും ശരിയാവും, -3 എന്ന നമ്പറിലും ശരിയാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 4ൻ്റെ സ്ക്വയർ എത്രയാണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ് അല്ലേ. 16 ആണ് 4ൻ്റെ സ്ക്വയർ വരിക. അപ്പോൾ നമുക്കിതൊന്ന് വെറുതെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതോടുകൂടി നമ്മുടെ ആൻസർ കഴിഞ്ഞു. 4 ഓർ -3 അത് എടുത്ത് എഴുതി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞത് നമ്മുടെ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട്. 4ൻ്റെ സ്ക്വയർ എത്രയാണ്, 4ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 16 ആണ്. 16 ഈക്വൽ ടു 4 + 12 അല്ലേ, ഈ എക്സിന് പേര്. അപ്പോൾ 4 + 12 എത്ര വരിക, 4 + 12 16 തന്നെയല്ലേ, ശരി തന്നെയല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ, അത് കറക്റ്റാണ്. നമ്മുടെ -4 ഉത്തരം ശരിയാണ്. അല്ല സോറി, 4 ഉത്തരം ശരിയാണ്. ഇനി നമുക്ക് മറ്റൊരു ഉത്തരം കിട്ടിയിരിക്കണത് ഏതാണ്, -3 ആണ്. -3 ആണ് മറ്റൊരു ഉത്തരം. അപ്പോൾ -3ൻ്റെ സ്ക്വയർ എത്രയാണ്, 9 ആണ്. ഓക്കെ, ഇനി -3 + 12 പറഞ്ഞാൽ എത്രയാണ്, 12ൽ നിന്ന് 3 കുറയ്ക്കണം. അപ്പോഴും നമുക്ക് 9 തന്നെയല്ലേ കിട്ടുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ശരിയാണ്.
അപ്പോൾ ഈ രൂപത്തിൽ ഇത് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, ഈ രൂപത്തിൽ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് മാറും. ദെൻ ഇനി നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ എന്താ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 18ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതേമാതിരി നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 5 മോർ ദാൻ ദാറ്റ് ഈസ് 104. ഒരു നമ്പറും അതിനോടൊപ്പം 5 കൂട്ടിയ സംഖ്യയും കൂടി ഇൻറ്റു ചെയ്തപ്പോൾ, അതായത് ഗുണനഫലം 104ആണ്. ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 104 കിട്ടുന്നത്. ഇഫ് വി ടേക്ക് ഫസ്റ്റ് നമ്പർ ആസ് എക്സ്, ഒന്നാമത്തെ നമ്പറിനെ എക്സ് എന്നെടുത്താൽ വാട്ട് വിൽ ബി ദ സെക്കൻഡ്, എന്തായിരിക്കും ഇവിടെ സെക്കൻഡ്, ആ നമ്പറിനേക്കാൾ 5 കൂടുതൽ. അപ്പോൾ രണ്ടാമത്തെ നമ്പർ നമ്മൾ എന്താ എടുക്കുക, x+5. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിങ് ദിസ്. ഇത് വെച്ചിട്ടൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം. എന്താ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കുക, എക്സിനെ x+5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും, 104 കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ എക്സിനെ ഉള്ളിലേക്കും കൂടി ഇൻറ്റു ചെയ്യണം. എക്സിൻ്റെ എക്സ് എന്താ കിട്ടുക, x² പ്ലസ് 5x = 104. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ബി ക്വസ്റ്റ്യൻ ആൻസർ. സി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യണം. ഈ സാധനം സോൾവ് ചെയ്ത് എക്സിൻ്റെ വില എത്രയും ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തില്ലേ, അതേപോലെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. എന്താ നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്, x² പ്ലസ് 5x = 104 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമുക്ക് x² മുമ്പിൽ ഇപ്പോൾ 1 ആണ് വന്നിട്ടുള്ളത്, എക്സിൻ്റെ മുമ്പിൽ ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് നമ്മുടെ b² - 4ac ഇക്വേഷൻ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ x² പ്ലസ് 5x 104 ഇപ്പുറത്ത് വന്നാൽ -104 = 0 എന്നായി. അപ്പോൾ എയുടെ വില എന്ന് പറയുന്നത് 1 ആണ്, ബിയുടെ വില എന്ന് പറയുന്നത് 5 ആണ്, അതേപോലെ സിയുടെ വില എന്ന് പറയുന്നത് 104 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും b² - 4ac, b² - 4ac = 5² - 4 ഇൻറ്റു 1 ഇൻറ്റു അല്ലേ, എ പറഞ്ഞാൽ 1 ആണ്, സി പറഞ്ഞാൽ എത്രയാണ്, 104 ആണ്. ഓക്കെ, 104 അല്ല, -104 കേട്ടോ, 104 ഇട്ടാൽ തെറ്റുമേ, -104. ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ തന്നെ 5ൻ്റെ സ്ക്വയർ എത്രയാണ്, 25 ആയി. ഈ 4ൻ്റെ മുമ്പിലുള്ള മൈനസും ഈ 104ൻ്റെ മുമ്പിലുള്ള മൈനസും കൂടി ഇൻറ്റു ചെയ്തപ്പോൾ പ്ലസ്സായി. 104നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് എത്ര കിട്ടുക, ഈ 1 ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല, 1 ഇൻറ്റു ചെയ്താൽ അതന്നെയല്ലേ കിട്ടുക. 104നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 100നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 400, 416 എന്ന് കിട്ടും, 416. അപ്പോൾ 416 25നോടൊപ്പം നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, 25ഉം 416ഉം കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ 441 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എത്ര കിട്ടുക, 441 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് റൂട്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക, x = -b ± √b² - 4ac whole divided by 2a. This is our equation. Okay, then -b, what is b? b is -5. Okay, അപ്പോൾ -b പറയുമ്പോൾ -5 ± √441 by 2a, that is 2 × 1. അപ്പോൾ 441 21ൻ്റെ റൂട്ടാണ് എന്ന് പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും അല്ലേ. റൂട്ട് പഠിക്കാത്തവർ പഠിക്കണം, എന്നാലേ പരീക്ഷ കിട്ടുള്ളൂ. ബൈ 2. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക, ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = -5 + 21/2 or x = -5 - 21/2. അപ്പോൾ എന്തായിരിക്കും വരിക, -5 - 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 5 പോയി കഴിഞ്ഞാൽ എത്ര വരിക, 21ൽ നിന്ന് 5 പോയാൽ 16. 16ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരിക, 8 എന്നൊരു ആൻസർ വരും. മറ്റൊരു ആൻസർ എന്ന് പറയുന്നത് -5 - 21 എന്ന് പറഞ്ഞാൽ -26 ആണ്. -26ൻ്റെ പകുതി -13 ആണ് മറ്റൊരു ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അവസാനം ഇതാ ഇങ്ങനെയും കൂടെ എഴുതാനുണ്ട്. മുകളിൽ കുറച്ച് ഭാഗത്ത് മായ്ച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഫൈനലായിട്ട്
ആൻസറിൽ നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാനുണ്ട്. എക്സിൻ്റെ വില, നമ്മുടെ എക്സിൻ്റെ വില എത്രയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ എക്സിൻ്റെ വില 8 കിട്ടിയിരിക്കുന്നതെങ്കിൽ എക്സ് പ്ലസ് 5 വില, അതായത് നമുക്കിവിടെ 2 നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സും എക്സ് പ്ലസ് 5. അപ്പോൾ വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 5 വില എത്രയായിരിക്കും? 8ൻ്റെ കൂടെ 5 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 13 എന്ന് കിട്ടും. ഈഫ് എക്സ് ഈക്വൽ ടു -13, -13 വരുന്നതെങ്കിൽ എക്സ് പ്ലസ് 5 വില എത്രയായിരിക്കും? എക്സ് പ്ലസ് 5 ഈക്വൽ ടു -13 പ്ലസ് 5, -13 പ്ലസ് 5, അതായത് -8 ആയിരിക്കും. ഓക്കെ, അപ്പോഴായിരിക്കും നമ്മുടെ ആൻസർ എന്തായിരിക്കുക? ഫുള്ളാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്ന കുറച്ചൊരു ചെറിയ ഭാഗമാണ് കേട്ടോ, ഇത്രയും ഭാഗം. അപ്പോൾ ഈ ആൻസർ നിങ്ങൾ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എല്ലാവരും നോക്കണം. കാരണം ഇതേമാതിരത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. ഇനി നമ്മുടെ 19ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് എളുപ്പമുള്ള ചോദ്യമാണെങ്കിലും കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യനാണ്. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതേമാതിരി പെരിമീറ്റർ 42 ആണ്, പെരിമീറ്റർ 28 ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ. പെരിമീറ്റർ പറഞ്ഞാൽ എന്താണ്? 4 സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും എന്നാണ് അർത്ഥം. 4 വശങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. ആൻഡ് എ സി ഈക്വൽ ടു റൂട്ട് ഉണ്ട് കേട്ടോ ഇവിടെ, റൂട്ട് 164. ഓക്കെ, റൂട്ട് 164 ആണ് ഇതിൻ്റെ എ സിയുടെ ലെങ്ത്ത്. അതായത് ഈ എ സി പറയുന്ന ആളുടെ ലെങ്ത്ത് എത്രയാണ്? റൂട്ട് 164 ആണ്. 164 ആരിന് റൂട്ടല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 13ൻ്റെ സ്ക്വയർ 169 വരുന്നത്, 164 അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഇല്ല. ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യും എല്ലാവരും. വാട്ട് ഈസ് എ ബി പ്ലസ് ബി സി? എ ബിയും ബി സിയും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? അപ്പോൾ ആരാണ് എ ബി എന്ന് പറഞ്ഞാൽ? നമ്മുടെ എ മുതൽ ബി വരെയുള്ള നീളം, അതേപോലെ ബി മുതൽ സി വരെയുള്ള നീളം. ഈ 2 നീളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 4 സൈഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടുന്നതെങ്കിൽ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 36 കിട്ടുന്നതെങ്കിൽ 1 ലെങ്ത്തും 1 ബ്രെഡ്ത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുക? 36ൻ്റെ പകുതി 2 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 18 എന്ന് ആൻസർ വരും. ഇതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? എ ബിയും ബി സി, എ ബി എത്ര ബി സി എത്രയെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. എ ബിയും ബി സിയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 36ൻ്റെ പകുതി നമുക്ക് എത്ര കിട്ടി? 18 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. ഇനിയാണ് പറഞ്ഞിരിക്കുന്നത് എ ബിയുടെ നീളം കാണണം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡയഗണൽ എത്രയാണ്? ഡയഗണൽ 164 നമുക്കറിയാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ഇതിനെ പകുതിയാക്കി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ വരിക. ഇയാളാണ് ലെങ്ത്ത് പറഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഇയാളാണ് ബ്രെഡ്ത്തിന് നമുക്ക് 2 കൂടി കൂട്ടിയപ്പോൾ 18 കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് 18 മൈനസ് എക്സ് എന്ന് എടുക്കാം. ഇതെടുക്കുക, 18 മൈനസ് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, പിന്നെയോ ഇതിൻ്റെ ഡയഗണലിൽ നമുക്ക് എന്തെടുക്കാം? റൂട്ട് 164 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവർ 3 തമ്മിലുള്ള ബന്ധമാണ് പൈതഗോറസ് തിയറം. ഇയാളുടെ സ്ക്വയറും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഇയാളുടെ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഈ ബന്ധമാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ ബന്ധം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ചോദ്യത്തിൽ, പേജ് നമ്പർ 91 1ാമത്തെ ചോദ്യത്തിലും, അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള എക്സസൈസിൽ ഏറ്റവും അവസാനത്തെ ഒരു 4ാമത്തെ പേജ് നമ്പർ 86 ആണെന്നാണ് ഓർമ്മ. 86 ഒരു 4ാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതേ ലെവലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബന്ധം ഇവിടെ കൊണ്ടുവരാം. എന്താ നമ്മൾ പറഞ്ഞ ബന്ധം? ഇതാ ഇങ്ങനെ വന്നു. ഇവിടെ എക്സ് ആണെന്ന് പറഞ്ഞു, ഇവിടെ എന്താണ് 18 മൈനസ് എക്സ് ആണെന്ന് പറഞ്ഞു, ഇവിടെ റൂട്ട് 164 പറഞ്ഞു. അപ്പോൾ ഇയാളുടെ സ്ക്വയറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ കിട്ടണം. അതിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ വെറുതെ നോക്കിയിട്ട് ഇത്രയാവാം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, യാതൊരു അടിസ്ഥാനവും ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 18 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 164ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടുക? എക്സ് സ്ക്വയർ പറഞ്ഞാൽ എക്സ് സ്ക്വയർ തന്നെ നമ്മൾ എഴുതും. ഈ സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യണം.
എന്താ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യുമ്പോൾ ചെയ്യുക എ സ്ക്വയർ മൈനസ് 2ab 18x കൂടി ഇൻറ്റു ചെയ്തിട്ട് 18x കൂടി ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ കണ്ടുപിടിക്കുക. അപ്പോൾ 18xൻ്റെ പകുതി ഡബിൾ എത്രയാണ്? 36x പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഈക്വൽ ടു ഒരു സംഖ്യയുടെ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ അത് രണ്ടും എന്തായി പോവും? ക്യാൻസലായി പോവും. അപ്പോൾ 164 എന്ന് മാത്രം വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? എക്സ് സ്ക്വയറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2x സ്ക്വയർ മൈനസ് 36x ദെൻ പ്ലസ് 18ൻ്റെ സ്ക്വയർ എത്രയാണ്? 324 മൈനസ് 164 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഈക്വൽ ടു 0. ഓക്കെ, ഇത് കുറച്ച് വലിയ പ്രോബ്ലമാണ്. ഇതെന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളവിടെ ചെയ്ത പ്രോബ്ലമാണ്. അപ്പോൾ ആ പ്രോബ്ലമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് റെഫർ ചെയ്യണം കേട്ടോ. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 36x, ഈ 324 164 മൈനസ് ചെയ്യുക. 324 മൈനസ് 164, അപ്പോൾ 0. 12 6 പോയാൽ 6, 2 1 പോയാൽ 160 അല്ലേ? അപ്പോൾ പ്ലസ് 160 ഈക്വൽ ടു 0. നമുക്ക് ഈക്വേഷൻ എന്ത് ചെയ്യാം? ഒന്ന് ചെറുതാക്കാം. 160 ഇതൊന്ന് ചെറുതാക്കാം, കാരണം എല്ലാം 2ൻ്റെ മൾട്ടിപ്ലൈ നമ്പറുകളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും പകുതിയാക്കാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് സ്ക്വയർ മൈനസ് 18x ഈക്വൽ ടു ഈ 116 അപ്പുറത്ത് കൊണ്ട് കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യലായിരിക്കും ഇവിടെ കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ടാണ് 116 അപ്പുറത്ത് കൊണ്ടുപോകുന്നത്. 116 അപ്പുറത്ത് കൊണ്ടുപോയാൽ മൈനസ് 160 ആണ് ആവുക. നമ്മൾ സ്വാഭാവികമായി ഇപ്പോൾ പകുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 160ൻ്റെ പകുതി പറഞ്ഞാൽ എത്ര വരിക? മൈനസ് 80 എന്ന് വരും. ഓക്കെ, യൂസിങ് കംപ്ലീറ്റിംഗ് സ്ക്വയർ വെച്ച് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ. ഇതുവരെ എല്ലാവരും ഒന്ന് ആവശ്യമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുക, ഒന്ന് വേഗം ചെയ്യണം. ദെൻ അതിനുശേഷം നമ്മളിതിനെ കണ്ടിന്യൂ ചെയ്യണം. ഈ സംഭവം മാത്രം എഴുതിയെടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് മാത്രം ഈ സ്റ്റെപ്പ് മാത്രം എഴുതിയെടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ മൈനസ് 18x അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 18x ഈക്വൽ ടു മൈനസ് 80. അതാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോണത്. ഓക്കെ, ദെൻ എക്സ് സ്ക്വയർ മൈനസ് 18x ഈക്വൽ ടു മൈനസ് 80. യൂസിങ് കംപ്ലീറ്റിംഗ് സ്ക്വയർ വർഗത്തികവ് ഉപയോഗിച്ചാൽ ഇതേ സ്റ്റെപ്പ് പോലെ എഴുതുന്നു. എക്സിൻ്റെ മുമ്പിലുള്ള സംഖ്യ 18ആണ്. 18ൻ്റെ പകുതിയുടെ സ്ക്വയർ, അതായത് 9ൻ്റെ സ്ക്വയർ ഇവിടെ കൂട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 80 പ്ലസ് എത്ര? 9ൻ്റെ സ്ക്വയർ, അതേ സാധനം ഇവിടെയും കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ മൈനസ് 80 പ്ലസ് 81 എന്നാണ് അപ്പുറത്തുന്നത്. അപ്പോൾ ഇയാളെ നമ്മളെങ്ങനെ ഹോൾ സ്ക്വയർ ആക്കി എഴുതുക? എക്സ് മൈനസ് 9 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 അല്ലേ? 81ൽ നിന്ന് 80 പോയാൽ ബാക്കി 1. അപ്പോൾ therefore എക്സ് മൈനസ് 9 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 1, അതായത് പ്ലസ് ഓർ മൈനസ് 1. therefore എക്സ് ഈക്വൽ ടു എങ്ങനെയൊക്കെ നമുക്ക് പറയാം? എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 9 ഈക്വൽ ടു 1 ഓർ എക്സ് മൈനസ് 9 ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര വരിക വാല്യൂ? എക്സ് ഈക്വൽ ടു 1 പ്ലസ് 9 10 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് വരും? എക്സ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 9. അപ്പോൾ 9 എന്ന് 1 പോയി കഴിഞ്ഞാൽ എത്ര വരിക? 8 എന്ന് വരും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ മക്കളെ, ആ റെക്റ്റാങ്കിളിൽ നോക്ക് നിങ്ങൾ. ഇവിടെ 10 വന്നാൽ ഇവിടെ 8 വരും. തിരിച്ചിവിടെ 8 വന്നാൽ അവിടെ 10 വരും. എന്നിട്ടോ അപ്പോൾ നോക്ക്, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 10 ഇവിടെ 10, അപ്പോൾ 20. ഇവിടെ 8 ഇവിടെ 8, അപ്പോൾ എത്ര വരിക? 36. കണ്ടോ? അപ്പോൾ പെരിമീറ്റർ 36 നമ്മുടെ ചോദ്യത്തിൽ വന്നില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഡയഗണലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡയഗണൽ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റൂട്ട് 169 എന്നാണ് പറഞ്ഞിരിക്കണം. 164 അല്ലേ? 164 എന്നാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് കണ്ടുപിടിക്കുക? നോക്ക് നിങ്ങൾ. 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64. ഇത് രണ്ടും കൂടി കൂട്ടിയതിൻ്റെ റൂട്ടാണ് നമുക്ക് എന്ത് വരിക? ഡയഗണലായിട്ട് വരിക. അതാണ് റൂട്ട് 164. ഓക്കെ, അപ്പോൾ ഇത് അവസാന ആൻസർ ശരിയല്ലേ എന്ന് വെറുതെ നിങ്ങൾക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞു തന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ 4 മാർക്കിൻ്റെ അവസാന ചോദ്യമായ ചോദ്യം നമ്പർ ഈ 2 ചോദ്യമുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാണ്. ഓക്കെ, 21ാമത്തെ ചോദ്യം വരെയാണ് നമ്മുടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളത്.
ഓക്കെ മക്കളെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 21 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 21 എന്താ പറഞ്ഞിരിക്കണം നോക്കൂ. 20 എന്താ പറഞ്ഞിരിക്കണം നോക്കൂ. നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ദർ ആർ 20 ടേംസ് ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. എത്ര 20 ടേമിൻ്റെ സം എന്ന് പറയുന്നത്. ദ 20 ടേംസ് ഇൻ അരിത്മെറ്റിക് സീക്വൻസ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഈസ് 88. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 20 ടേമുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ടേമും 20ാമത്തെ ടേമും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക മക്കളെ? 88 കിട്ടുക. മനസ്സിലായോ? വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് 19th ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ആദ്യം കണ്ടുപിടിക്കാം. ഇഫ് ദ 10th ടേം ഈസ് 42, വാട്ട് ഈസ് ദ 11th ടേം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വിശദമാക്കി തന്നെ എന്ത് ചെയ്യുക, ആ സംഗതി പറഞ്ഞു തരാം. ശ്രദ്ധിച്ചോ. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര ടേം ഉണ്ട്? 20 ടേം ഉണ്ട് കേട്ടോ. എത്ര ടേം ഉണ്ട്? 20 ടേം. അപ്പോൾ ഞാൻ എഴുതാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോ. 20 ടേമാണുള്ളത്. x1, പിന്നെ x2, x3, x4, x5, x6, x7, x8, x9, x10, x11, പിന്നെയോ x12, x13, x14, x15, x16, x17. ഇത് ഞാൻ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നിങ്ങളുടെ അതിലേക്ക്. ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ സ്കൂളിലെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതേപോലെ നീട്ടി വലിച്ച് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ 20 ടേമാണ് നമുക്കുള്ളത്. എത്ര ടേമാണുള്ളത്? 20 ടേമാണുള്ളത്. ഇതിലെ ഒന്നാമത്തെ ടേമും കണ്ടാവുമല്ലോ എല്ലാവർക്കും. 20 ടേമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് ടേമും അതേപോലെ തന്നെ ഫസ്റ്റ് ടേമും അതേപോലെ 20ാമത്തെ ടേമും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 88 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കണടാ. എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കണത്? 88 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കണത്. അങ്ങനെയാണെങ്കിൽ x2ഉം x19 തമ്മിൽ കൂട്ടിയാലും അതേ 88 തന്നെ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? x3യും അതേപോലെ x18 തമ്മിൽ കൂട്ടിയാലും അതേ നമ്പറേ കിട്ടുള്ളൂ. x4ഉം അതേപോലെ തന്നെ x17 കൂടി കൂട്ടിയാൽ അതേ നമ്പറേ കിട്ടുള്ളൂ. x5ഉം x16 കൂടി കൂട്ടിയാലും 88 തന്നെ കിട്ടുള്ളൂ. x6ഉം x15 കൂടി കൂട്ടിയാലും അങ്ങനെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എത്ര പെയറുകളുണ്ടാവും? എത്ര ടേം ഉണ്ടോ അതിൻ്റെ പകുതി പെയറുകളുണ്ടാവും. x8ഉം x13 കൂടി കൂട്ടിയാൽ ഒരേ നമ്പറേ കിട്ടുള്ളൂ. x9ഉം x12 കൂടി കൂട്ടിയാൽ ഒരേ നമ്പറേ കിട്ടുള്ളൂ. x10ഉം x11 കൂടി കൂട്ടിയാൽ ഒരേ നമ്പറേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും 10 പെയറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ വരും. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതിന് മിഡിൽ ടേം ഇല്ല. പക്ഷേ എന്തുണ്ട്? ഈ പെയർ പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇനിയാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഈ സാധനം നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിത്രം വരണം. അതിനാണ് ഞാനത് പറഞ്ഞത്. ഒരാളും പരീക്ഷയ്ക്ക് ഇത് മാർക്ക് വാങ്ങിക്കാതെ വിടരുത്. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും ഇങ്ങനത്തെ ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ ടേമും ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞിട്ട് ഒന്നാമത്തെ ടേമും 20ാമത്തെ ടേമും കൂടി കൂട്ടിയ 88 കിട്ടുക. അത് നമ്മൾ എടുത്തെഴുതണം. എന്നിട്ടോ x2ഉം രണ്ടാമത്തെ ടേമും 19ാമത്തെ ടേമും കൂടി കൂട്ടി എത്രയാണ് കിട്ടുക എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എത്ര കിട്ടുക നോക്ക്. രണ്ടാമത്തെ ടേമും അതേപോലെ തന്നെ നമ്മളിത് അങ്ങനെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഈ ടേം 19ാമത്തെ ടേമും കൂടി കൂട്ടി എത്ര കിട്ടുക? 88 കിട്ടുള്ളൂ. അതന്നെ ചോദിക്കുകയുള്ളൂ, അല്ലാതെ വേറൊന്നും ചോദിക്കില്ല അവർ. ബി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കണം നോക്ക്. ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ 10ാമത്തെ ടേം 42 ആണെങ്കിൽ 11ാമത്തെ ടേം എത്രയാണെന്നാണ്. അപ്പോൾ 10ാമത്തെ ടേമും 11ാമത്തെ ടേമും കൂടി ഒരു പെയറില്ലേ? ഉണ്ട്. അങ്ങനെയുള്ളതേ ചോദിക്കുകയുള്ളൂ. പെയറുകളായിട്ടുള്ളതേ ഇവിടെ ചോദിക്കുകയുള്ളൂ.
അപ്പോൾ 10ാമത്തെ ടേമും 11ാമത്തെ ടേമും കൂടി കൂട്ടിയാൽ നമുക്ക് ഇതേ 88 കിട്ടുള്ളൂ. അതിലെ 10ാമത്തെ ടേം 42 ആണെങ്കിൽ 11ാമത്തെ ടേം എത്രയെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x10 പകരം 42 എന്നിട്ട് കൊടുക്കുക, പ്ലസ് x11 ഈക്വൽ ടു 88. ദെർഫോർ x11 11ാമത്തെ ടേം ഈക്വൽ ടു 88 മൈനസ് 42. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 46 എന്ന് ഉത്തരം വരും. ഓക്കെ, ദെൻ അതിനുശേഷം എന്തായിരിക്കും വരിക? നമ്മുടെ സി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് സീക്വൻസ് എന്നാണ്. നോക്ക്, നമുക്കിവിടെ ആകെ തന്നിരിക്കുന്നത് 2 ടേമുകൾ മാത്രമാണ്. 2 ടേമുകൾ ഇതാണ്, x2 x1 പ്ലസ് x20 കേട്ടോ, 20 അല്ലേ? ശരി. അപ്പോൾ ഇതാകെ നമുക്ക് തന്നിരിക്കുന്നത് ഇത് 2 കൂടി കൂട്ടി 88 കിട്ടുന്നു, അല്ലാണ്ട് ഒരു ടേം തന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചപ്പോൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ബി ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കണ്ടുപിടിച്ചു? 10ാമത്തെ ടേം 42 ആണെങ്കിൽ 10ാമത്തെ ടേം 42 ആണെങ്കിൽ 11ാമത്തെ ടേം 46 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11ാമത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേം കുറച്ചാൽ പോരെ? തൊട്ടടുത്തുള്ള ടേമാണ്, നമുക്ക് ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എത്രയാണ് വരിക? 46 മൈനസ് 42 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്നാണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, ദെൻ ഇനി നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡി ക്വസ്റ്റ്യനും കൂടി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഡി ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്നാണ്. ഇതിൻ്റെ ഫസ്റ്റ് ടേം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. അതേമാതിരി തന്നെ നമ്മുടെ 10ാമത്തെ ടേം എത്രയെന്ന് നമുക്കറിയാം. അപ്പോൾ 1ാമത്തെ ടേം x1 ഈക്വൽ ടു 10ാമത്തെ ടേമിനോടൊപ്പം എന്ത് ചെയ്താൽ മതി? 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 10ാമത്തെ ടേം എത്രയാണെന്നാണ് പറഞ്ഞത്? 10ാമത്തെ ടേം 42 ആണെന്നാണ് അവർ പറഞ്ഞത് അല്ലേ? മൈനസ് 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തു. അപ്പോൾ 42 മൈനസ് 9 × 4 പറയും 36. 42 36 പോയ എത്രയാണ്? 6. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ സെഷനിലെ 4 മാർക്കിൻ്റെ സെഷനിലെ, ദാറ്റ് മീൻസ് ഈ വീഡിയോയിലെ അവസാന പ്രോബ്ലം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്തതായിട്ട് ചെയ്യാൻ പോണത് 4 മാർക്കിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 4 സ്ലിപ്സ് നമ്പേർഡ് 1 2 3 4 ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻ, മറ്റൊരു ബോക്സിൽ 5 സ്ലിപ്സ് നമ്പേർഡ് 5 6 7 8 9. ആദ്യത്തിൽ 1 2 3 4 ഉണ്ട്. ഓക്കെ, ഹൗ മെനി നമ്പേഴ്സ് പെയർ ഇൻ ദ ബോക്സ്? അപ്പോൾ 1ാമത്തെ ബോക്സിൽ നമുക്കറിയാം 1 2 3 4 എന്നീ 4 നമ്പറാണ് ഉള്ളത്. അടുത്ത ബോക്സിൽ നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 6 7 8 9 എന്നീ 5 നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇയാളിൽ 4 എണ്ണം ഉണ്ട്, ഇയാളിൽ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം വരിക? ടോട്ടൽ പെയേഴ്സ് ഈക്വൽ ടു ടോട്ടൽ പെയേഴ്സ്, ആകെ ജോഡികൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 4, അതായത് എത്ര വരിക? 20 എണ്ണമാണ് വരിക. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്? രണ്ടും ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്ര? ഇതിലെത്ര ഒറ്റ സംഖ്യ ഉണ്ട് നോക്ക്. ഇതിലേതാ 2 ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ 1 5, പിന്നെയോ 1 7, 1 9. അപ്പോൾ 3 പേരായി. ഇനി അടുത്ത അതേമാതിരി തന്നെ എന്താണ്? 3 5, 3 7, 3 9 അല്ലേ? അപ്പോൾ നമ്മുടെ 6 പേരായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? അങ്ങനെ എഴുതണം കേട്ടോ സ്റ്റെപ്പ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബീയിങ് ഓഡ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. രണ്ടും ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എന്ന് എഴുതണം. എത്രയാണ്? 6/20. അപ്പോൾ ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 3/10 എന്ന് കിട്ടും. സി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഈസ് 10? സം 10 കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ വായിച്ചിട്ട് പറഞ്ഞുതരാം. സമ്മ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ ഇപ്പോൾ എത്രയാണ്? 20 എണ്ണം ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. സമ്മ് 10 കിട്ടാനുള്ള എത്ര പെയർ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സമ്മ് 10 കിട്ടാനുള്ള എത്ര പ്രോബിലിറ്റി ഉണ്ട് നോക്ക്. 1ൻ്റെ ഒപ്പം 9 എടുത്താൽ പറ്റും. 1 9 എടുത്താൽ നമുക്ക് സമ്മ് 10 കിട്ടും. ഇനി അടുത്തത് എന്താ? 2 8 എടുത്താൽ കിട്ടും. 2 8 എടുത്താൽ കിട്ടും. ആദ്യത്തെ ബോക്സിൽ നിന്ന് 3, അടുത്തതിൽ നിന്ന് 7 എടുത്താൽ നമുക്ക് 10 കിട്ടും. 4 6 എടുത്താൽ കിട്ടും അല്ലേ? 4 6 ഈ നമ്പർ എടുത്താലും നമുക്ക് കിട്ടും.
4 6 കേട്ടോ. 4 6 എടുത്താലും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര പേരെ? 1 2 3 4. ഈ പെയറുകളല്ലാതെ വേറെ എതെടുത്താലും കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടില്ല. സം ഈസ് 10, തുക 10 ആവണം. അപ്പോൾ 4 എണ്ണം ഉള്ളത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ പെയറുകളിലെ ദ പ്രോബബിലിറ്റി ഈസ് 4/20. 4 4 ഒരു പ്രാവശ്യമാണ്, 20 4 5 പ്രാവശ്യമാണ്, 1/5 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ 4 മാർക്കിൻ്റെ പോർഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വിധത്തിൽ ഇങ്ങനെ നമ്മൾ വിശദീകരിച്ച് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.